ഹായ് ഹലോ നമസ്കാരം. മല്ലുമല കുക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. റേഷൻകളിലേക്ക് കിട്ടുന്ന ഗോതമ്പാവും പിന്നെ തേങ്ങ, അവില്, വെല്ലം ഇതുകൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. വീഡിയോ സ്കിപ്പ് ചെയ്താൽ കാണാം. വീഡിയോയിൽ കിടക്കുന്ന മിനിറ്റ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ ഒരു ചീനച്ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയത് അതിട്ട് കൊടുക്കാം. ഇനി പൊടിച്ച വെല്ലം 3/4 കപ്പ് അതിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി 1 കപ്പ് അവിലാണ് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി തീയൊന്ന് ഓണാക്കി മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് കളർ മാറുന്ന വരയ്ക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതാണോ കളറൊന്ന് മാറി സെറ്റായിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഞാൻ എന്താ ഇവിടെ റേഷൻകളിലൊക്കെ കിട്ടുന്ന ആട്ട എടുത്തിരിക്കുന്നത്. ഓക്കെ, നിങ്ങളിൽ ഏത് ആട്ടയാണെങ്കിൽ അത് എടുക്കാവുന്നതാണ്. ഇത് ഞാൻ 1 കപ്പ് എടുക്കുന്നുണ്ട്. ഇനി അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു കോഴിമുട്ട നമുക്ക് പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. നമ്മൾ ഈ ദോശമാവൊക്കെ ആക്കിയെടുക്കുന്ന ആ ഒരു ബാറ്റർ ആ ഒരു ലെവലിൽ വരുന്ന വരയ്ക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ബാറ്ററൊന്ന് സെറ്റാക്കി എടുക്കാം. ഓക്കെ, ഇതാണോ നമ്മുടെ ബാറ്റർ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. നമ്മൾ ഈ ഗോതമ്പ് ദോശ ഉണ്ടാക്കുന്ന അതേ തന്നെയാണ് പരിപാടി, വേറൊന്നുമല്ല. മറിച്ചിട്ട് വന്ന ശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന അവിൽ മിക്സ് സെൻറ്ററിലൂടെ ഒന്ന് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഒരുപാട് ഇടണ്ട, ഈ ഒരു ലെവലിൽ 2 സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് നമുക്കൊന്ന് റോൾ ചെയ്തെടുക്കാം. ഇങ്ങനെ മടക്കുമ്പോൾ നമ്മുടെ കൂട്ടൊന്നും പുറത്തു പോവില്ല, കറക്റ്റായിട്ട് തന്നെ സെറ്റായിട്ട് നിന്നോളും. ഓക്കെ, ഇങ്ങനെ സെറ്റാക്കി നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ഞാൻ ഇതേപോലെ ഒന്ന് മടക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഈ രീതിയിൽ എനിക്കൊരു 5 എണ്ണമാണ് കിട്ടിയിരിക്കുന്നത്. ഇനി ഞാൻ ഒരു ബൗളിലേക്ക് ഒരു മുട്ട ഞാൻ ഒന്ന് പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. ഇനി ഒരു ഫോർക്ക് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ബീറ്റ് ചെയ്ത് വെച്ചിട്ട് കോഴിമുട്ടയിലേക്ക് നമ്മുടെ റോൾ 2 ഭാഗത്തുനിന്ന് മുക്കിയെടുക്കാം. 2 ഭാഗത്തുനിന്ന് മുക്കിയെടുത്താൽ മതി. അപ്പോൾ അത് കാണുമ്പോൾ നല്ലൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി നമ്മളിതാ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന സേമിയാണ്. നമ്മളത് കടയിൽ നിന്ന് തന്നെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. അതിലേക്കൊന്ന് ഇങ്ങനെ കോട്ട് ചെയ്തെടുക്കാം. എല്ലാം നമുക്ക് ഈ രീതിയിലായ ശേഷം ചൂടായ നെയ്യിലേക്ക് നമുക്കൊന്ന് വെച്ചൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതേ രീതിയിൽ നമുക്ക് എല്ലാ റോളും ഇതുപോലെ നമുക്ക് പാനിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. നമ്മുടെ റോളുകളെല്ലാം നെയ്യിൽ കിടന്ന എല്ലാ ഭാഗവും ഒരുപോലെ ഒന്ന് ഫ്രൈ ആയതിന് ശേഷം നമുക്കതൊന്ന് മറിച്ചിടാം. അതിന് ശേഷം നമുക്കതൊന്ന് പാനിൽ നിന്ന് നമുക്കൊന്ന് എടുത്ത് മാറ്റാം. ഓക്കെ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള വെറൈറ്റി പലഹാരമാണത്. ഇതുപോലെ നിങ്ങളൊന്നും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം എന്ത് തന്നെയാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും, ആർക്കും ഉണ്ടാക്കാൻ പറ്റും. ഹെൽത്തി ആയതുകൊണ്ട് ആർക്കും എപ്പോഴും കഴിക്കാൻ പറ്റുന്ന ഒരു പലഹാരം റെസിപ്പിയാണത്. അപ്പോൾ ഇതുപോലുള്ള ഈസി റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്